അമ്മ ജനറൽ ബോഡി, അമ്മ പ്രസിഡന്റ്, അമ്മ സമിതി ഇപ്പോൾ അൻസിബയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയായിരുന്നു. അൻസിബ ഇതിന് വിശദീകരണം, എന്തിനാണ് ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയത്, അമ്മയുടെ പേര് പല സ്ഥലങ്ങളിലും നെഗറ്റീവായി ഉപയോഗിച്ചു, ആ സമിതിയെ അല്ലെങ്കിൽ സംഘടനയെ അപകീർത്തികരമാക്കുന്ന രീതിയിൽ അൻസിബ പല സ്ഥലങ്ങളിലും മാധ്യമങ്ങളോടും പ്രതികരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിന് അൻസിബ നൽകിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, എന്ത് നിയമങ്ങളാണ് അമ്മയുടെ, ഏതൊക്കെ നിയമങ്ങളാണ് താൻ തെറ്റിച്ചതെന്ന് അമ്മ വിശദീകരണം നൽകണം, എങ്കിൽ താൻ വിശദീകരിക്കാം എന്നാണ്. എങ്കിൽ താൻ അതിന് ഒരു എക്സ്പ്ലനേഷൻ, അമ്മയിൽ നിന്നും ഒരു നടപടി എടുക്കാതിരിക്കാനുള്ള എക്സ്പ്ലനേഷൻ താൻ നൽകാമെന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും അമ്മയുടെ ഈ സമിതി, ഈ ഭരണസമിതി മാറണം എന്ന് തന്നെയാണ് എല്ലാവരും ഒന്നോടെ പറയുന്നത്. സ്ത്രീകൾ ഇനി നയിക്കേണ്ട, തങ്ങൾക്ക് മതിയായി എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതേ സമയത്ത് ഇനി വരാൻ പോകുന്ന പ്രസിഡന്റ് അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് എന്നൊരു ഊഹാപോഹങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ മെമ്പേഴ്സ് എല്ലാം സൈലന്റ് ആയിരിക്കുകയാണ്. ചിലപ്പോൾ ഈ സ്ത്രീകൾ തന്നെയാണ് ഭരിക്കാൻ വരുന്നതെങ്കിലും മുന്നിൽ നിൽക്കാൻ ഒരു ആണിനെ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു നേതൃത്വത്തെ ചിലപ്പോൾ ഇവർ ഇനി മുന്നോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നോട്ട് കണ്ടുവച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനെയാണ്. മറ്റൊന്നുമല്ല, കാരണം ഇന്നസെന്റിന് പിന്നാലെ വരുന്ന ഒരാൾ, അതായത് ഒരു കാര്യങ്ങളും അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരാളെയാണ് ഇവർക്ക് ആവശ്യം. അപ്പോൾ ഇന്നസെന്റിനെ പോലെ കോമഡിയുടെ ചെറുവയിൽ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധ്യാനിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന മെമ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നസെന്റ് തമാശയൊക്കെ പറഞ്ഞു പോകുന്ന പോലെ ധ്യാനും കളിയും തമാശയും ഒക്കെ പറഞ്ഞ് ഇതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ, ഈഗോ തർക്കങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധ്യാൻ ശ്രീനിവാസിന് കഴിയുമെന്നാണ് പറയുന്നത്. കാരണം ഉണ്ണിമുകുന്ദനെ നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രണവിനെ നോക്കിയാലും ഈ ദുൽഖറിനെ നോക്കിയാലും പൃഥ്വിരാജിനെ നോക്കിയാലും, പൃഥ്വിരാജും ഉണ്ണിമുകുന്ദനും ഒക്കെ ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരൊക്കെ അത്യാവശ്യം പ്രതികരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കുന്ന, ദേഷ്യപ്പെടുന്ന, അങ്ങനെ അത്യാവശ്യം പ്രതികരണ ശേഷിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ധ്യാനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങറ്റം ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ അങ്ങറ്റം ഒരു പോയ ശേഷം മാത്രമേ ധ്യാൻ പല സ്ഥലങ്ങളിലും പ്രതികരിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരാളെയാണ് ആവശ്യം. അത്യാവശ്യം ക്ഷമയുള്ള ഒരാളെ തന്നെയാണ് ഇതിന്റെ നേതൃത്വത്തിന് ആവശ്യം. ക്ഷമ വേണം, എന്നാൽ കാര്യങ്ങളെ അത്രത്തോളം നന്നായി തന്നെ കാണണം, സംഘടനയെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ശ്രീനിവാസന്റെ മകൻ എന്നതിലുപരി മറ്റൊരു ചോയ്സ് ഇല്ല. ശ്രീനിവാസന്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ ശ്രീനിവാസന്റെയും വിനീത് ശ്രീനിവാസന്റെയും ഒക്കെ ഗുണങ്ങൾ എന്തായാലും ധ്യാൻ ശ്രീനിവാസനിൽ ഉണ്ടായിരിക്കണം. ആ ഗുണങ്ങൾ മുന്നോട്ട് കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ കാണാം, അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നത്. അതേസമയം അൻസിബ, ടിനി ടോം, ലക്ഷ്മിപ്രിയ, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരുടെ എല്ലാവരുടെയും പേരുകൾ ഇപ്പോഴും ചർച്ചയിൽ തന്നെയാണ്. ഈ പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിൽ അൻസിബയോട് നേരിട്ടല്ല പറഞ്ഞതെങ്കിൽ പോലും അൻസിബ വലിയൊരു പ്രശ്നമാക്കി തന്നെ ഇതെല്ലാം വച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്രതികരണങ്ങളും നടത്തി കഴിഞ്ഞു. അമ്മയ്ക്കെതിരെ നിൽക്കുന്ന അൻസിബയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അമ്മ ഇതിനൊന്നും വിശദീകരണം നൽകുന്നില്ല. അൻസിബയുടെ ഭാഗം കേൾക്കാൻ പോലും അമ്മ തയ്യാറാകുന്നില്ല. ധ്യാൻ ശ്രീനിവാസനും തന്റെ ഭാഗം കേൾക്കാൻ ഒരു ടീമായിട്ട് ഉണ്ടാകണമെന്ന് അൻസിബ ആവശ്യപ്പെട്ടിരുന്നു. ചിലപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ആണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഇതിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും.